ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ റെസിപ്പിയല്ല, അമ്മയുടെ റെസിപ്പിയാണ്. അമ്മ തന്നെ അത് ഉണ്ടാക്കി കാണിച്ചു തരും. ഇത് നമ്മൾ തെരളി അപ്പമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പഴം കൂടുതൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന തെരളി അപ്പമുണ്ട്, ചക്കപ്പഴം വെച്ചിട്ടുണ്ടാക്കുന്നതുണ്ട്. ഇത് പഴം വെച്ചിട്ടുണ്ടാക്കുന്നതാണേ. പണ്ട് മുതലേ നമ്മളെ വീട്ടിൽ വാഴക്കൊല പഴുത്താലും ചക്കപ്പഴം കൂടുതലാണേലും അമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം അമ്മയുടെ ഈ പഴം കൊണ്ടുള്ള തെരളിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ നമ്മൾ വെള്ളപ്പാളയത്തിൻ്റെ ഒരു 30 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര 1/2 കിലോ ശർക്കരയാണ് എടുത്തത്. കാരണം ഈ പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് നമ്മൾ ശർക്കര 1/2 കിലോ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉണക്കമുന്തിരി, മാവ്, പിന്നെ തേങ്ങ, ഇത്രയാണ് എടുത്തത്. പിന്നെ ഇത് നമ്മൾ ഇത് ചെയ്യാനുള്ള വയനയില നമ്മൾ കഴുകി തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ മാവ് നമ്മൾ 1/2 കിലോ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിനി ഏലക്ക പൊടി കൂടെ വേണം. ഏലക്ക പൊടിച്ചത് കൂടി എടുത്തിട്ടുണ്ട്. പഴം നമ്മൾ ഒന്നൊന്നായിട്ട് എടുത്ത് ഇതിൽ പാത്രത്തിൽ ഇട്ടിട്ട് ഞെവടി ഉടയ്ക്കുന്നു. കൈ വെച്ചാണ് ചെയ്യുന്നത്. പഴം നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് ഒരെണ്ണം അല്ല 2 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഉടയ്ക്കുമ്പോഴത്തേക്കും ആ ജോലി കഴിയും. ഇത് നമ്മൾ കൂടുതൽ ചേർക്കുന്ന പഴമാണ്. പക്ഷേ എങ്കിലും ഇത് കേടൊന്നും ആയി പോകത്തില്ല. ഫ്രിഡ്ജ് വെക്കാതെ തന്നെ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. നമുക്കത് ആവി കയറ്റിയെടുത്ത് കഴിക്കാം. ഓക്കെ, നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉടച്ചേർത്ത് കഴിഞ്ഞു. ഇത് നമ്മൾ മിക്സിയൊന്നും ഉപയോഗിച്ചല്ല, എല്ലാം കൈവച്ചാൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മാവ്, ശർക്കര, തേങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാവ് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് പിന്നെ ബാക്കി അങ്ങനെ ചെയ്യണം. ഇതെൻ്റെ റെസിപ്പിയല്ല, അമ്മയുടെ റെസിപ്പിയാണേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, അമ്മയാണ് ഇത് ചെയ്യുന്നത്. ഇടട്ടോ. ഇതുപോലെ ഫുൾ മാവും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഇതുപോലെ നമ്മൾ ഇത് കൈവച്ച് നന്നായിട്ട് മാവ് പഴത്തിൽ മിക്സാക്കി എടുക്കണം. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് നമ്മൾ തിരുകി വെച്ച തേങ്ങയെല്ലാം എടുത്തിട്ട് മിക്സ് ചെയ്യണം.
ഇനി നമ്മളിതിലേക്ക് അടുത്ത ശർക്കരയാണ് ഇടാനുള്ളത്. അപ്പോൾ ഇവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. ആ ശർക്കര ഇതിലേക്കിട്ട് കുറേശ്ശെ ഇളക്കണം. കുറേശ്ശെ ഇട്ടാൽ മതിയോ? ശർക്കരയെ നമ്മൾ കുറേശ്ശെ ഇട്ട് ഇളക്കി മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ശർക്കരയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊടി മാത്രം വേണമെങ്കിൽ അങ്ങനെ ഇടാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ മിക്സാക്കിയാണ് ഇടുന്നത്. അതുകൂടെ മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം നമ്മുടെ ഇവിടുത്തെ മിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മളിത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ഇലയിൽ ഇത് ചെയ്ത്. ഇനി നമ്മളിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇതിനായിട്ട് വേണ്ട വായനയില എടുത്ത് മുന്തിരി വയ്ക്കുന്നു. ഇത് മുന്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ അല്ലാണ്ട് വയ്ക്കുക ചെയ്ത്. ഇതുപോലെ നമുക്ക് മൊത്തം ഇതുപോലെ ആക്കി എടുത്തിട്ട് നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നമുക്കത് തിളച്ചിട്ട് അതിൻ്റെ തട്ടിൽ പറക്കി വെച്ച് ആവിയേറ്റ് എടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റൗ കത്തിച്ചു. ഇനി നമ്മളിതിലേക്ക് ഇഡ്ഡലി പാത്രം വയ്ക്കുന്നു. ഇഡ്ഡലി പാത്രം വെച്ച് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. ഒരു കപ്പ് പോരാ, നമ്മളൊരു 3 കപ്പ് വെള്ളമെങ്കിലും വെക്കണം. കാരണം വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ തെരളിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും കരിയാനുള്ള സാധ്യതയുണ്ട് പാത്രം. അപ്പം ഞാനിപ്പോൾ ഒരു 3 കപ്പ് വെള്ളം ഇതിലൊഴിക്കുന്നുണ്ട്. 2, 3. ഇനി നമ്മൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു തട്ട് വെച്ചിട്ട് ആ തട്ടിൻ്റെ പുറത്ത് നമ്മൾ അടയെല്ലാം പറക്കി വെച്ച് അത് ആവി കയറി വരുമ്പോഴത്തേക്കും അത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇവിടെ നമ്മളിതെല്ലാം അതുപോലെ മടക്കി റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കില്ലേ, അപ്പോൾ ആ തട്ടിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം പറക്കി വെക്കണം. നമ്മുടെ വെള്ളം എന്താ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി തട്ട് വെച്ച് കൊടുക്കണം. ഈ തട്ടിലേക്ക് നമ്മൾ 1 by 1 ഇതുപോലെ പറക്കി വെച്ച് കൊടുക്കണം.
ഓക്കേ, മിഷൻ കംപ്ലീറ്റഡ്. ഇനി നമ്മളിത് ആവി വരുമ്പോഴത്തേക്കും, ആവി വന്നൊരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അത് നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ആവി വന്ന് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം, കഴിക്കാം. ഇത് നമ്മളിനി ഈർക്കിൽ വെച്ച് കുത്തി നോക്കണം. അപ്പോൾ വെന്തെങ്കിൽ നമ്മൾ ഇറക്കി വെക്കാം. വെന്തില്ലെങ്കിൽ അതിൽ പറ്റി പിടിക്കും. അപ്പോൾ പിന്നെയും കുറച്ചും കൂടെ നമ്മൾ ആവിയിൽ വെക്കണം.